നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് ഇപ്പോഴുള്ള കറണ്ട് എനർജി. ഓക്കെ, ഇവിടെ ഫാമിലി കാർഡും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലവേഴ്സിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതിന് 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത്. ഓക്കെ, 10 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒന്നുകിൽ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതിപ്പോൾ മുന്നോട്ട് പോകുന്നതിന് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ലവേഴ്സിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്ക് വന്നിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഹാങ്ഡ് സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറിയാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാലും ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു സമയമാണ്. ഈ ഒരു സ്റ്റക്നെസ് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയമാകുമ്പോൾ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ ഇഗ്നോർ ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ ഇഗ്നോർ ചെയ്യുന്ന എനർജി ഇവിടെ കാണുന്നുണ്ടോ? ഒന്നുകിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അതിനെ ഇഗ്നോർ ചെയ്ത് മാറ്റി നിർത്തുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. എങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്നേഹമുണ്ട്, അവരെ അന്വേഷിക്കുന്നുണ്ട്, എവിടെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹങ്ങളും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജിയും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ്? ഇപ്പോഴുള്ള എനർജി ടുവേർഡ്സ് എൻ്റെ വ്യൂസ്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. അവരും ഇപ്പോൾ ഒരു ഒറ്റപ്പെടലിലൂടെയാണ് കടന്നു പോകുന്നത്. 8 ഓഫ് കപ്പ്, 5 ഓഫ് കപ്പ്. ഓക്കെ, 8 ഓഫ് വാണ്ട്, 7 ഓഫ് സോഡ്, 3 ഓഫ് കപ്പ്, 10 ഓഫ് വാണ്ട്. ഓക്കെ, അവർ മനഃപൂർവ്വമായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും അവരെ തന്നെ നിയന്ത്രിച്ച് അവർ നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, ശരിക്കും അവർ നല്ല നിരാശയിലൂടെയാണ് കടന്നു പോകുന്നത്. 5 ഓഫ് കപ്പിൻ്റെ എനർജി അതാണ് സൂചിപ്പിക്കുന്നത്. അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവരുടെ മാനസികാവസ്ഥ ഇപ്പോൾ ഒരു അന്ധകാരത്തിലാണ്. ഓക്കെ, ഒരു സന്തോഷവും അവരുടെ ലൈഫിലില്ല. നിങ്ങൾ എപ്പോഴാണോ അവരിൽ നിന്ന് അകന്നു പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വന്നിരുന്ന ആ ഒരു വേർപിരിയലിൻ്റെ ആ ഒരു എനർജിയിൽ തന്നെയാണ് അവരിപ്പോഴും നിലനിൽക്കുന്നത്. അവരുടെ മനസ്സിലൂടെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം അവരെ കെയർ ചെയ്തിരുന്നു എന്നും എത്രത്തോളം സന്തോഷമായിരുന്നു എന്നുമുള്ള കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. പക്ഷേ അവർ തെറ്റ് ചെയ്തിരിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ അവരുടെ ഫാമിലി ആകാം, പാരൻസ് ആകാം, അല്ലെങ്കിൽ ലവ് റിലേഷനിലുള്ള വ്യക്തിയാകാം. ഇവിടെ നിങ്ങളെ തനിച്ചാക്കിക്കൊണ്ട് ഓക്കെ മറ്റൊരു വ്യക്തിയോടൊപ്പം അവർക്ക് പോകേണ്ടി വന്നതായി കാണുന്നു. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വാക്ക് കേട്ടതിന് ശേഷം നിങ്ങളെ തനിച്ചാക്കി തേർഡ് പാർട്ടിയുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് ആക്ഷൻ എടുക്കേണ്ടി വന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, എങ്കിലും അവർ പുറമേ നിങ്ങളോട് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളിലൂടെയോ ഒക്കെ നിങ്ങളെ കാണിക്കുന്നത് അവർ ഹാപ്പിയാണ്. അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ അതിൽ ഹാപ്പിയാണ്. നിങ്ങൾ പോയതിൽ അവർക്ക് യാതൊരു വിഷമവും ഇല്ല
എന്നുള്ള രീതിയാണ് അവർ പ്രകടമാക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങുക, കൂട്ടുകാരുമായിട്ട് പുറത്തു പോകുക, ഇപ്പം ആരൊക്കെയാണോ കൂടെ ഉള്ളത് അവരുമായിട്ടൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന സ്റ്റാറ്റസും അല്ലെങ്കിൽ അതുപോലെയുള്ള മെസ്സേജുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്, മറ്റുള്ളവർ പറഞ്ഞിട്ടാണെങ്കിലും. പക്ഷെ ശരിക്കും അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് കുറ്റബോധമുണ്ട്. നിങ്ങളോട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരുപാട് സ്നേഹമുള്ള ഒരു ബന്ധത്തെ തേർഡ് പാർട്ടിയുടെ വാക്കുകൾ അനുസരിച്ച് നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞതിൽ അവർക്ക് നിരാശയുണ്ട്. എങ്കിൽ പോലും അവർ പുറമെ അത് കാണിക്കുന്നില്ല. അവർ ഹാപ്പിയാണെന്നാണ് നിങ്ങളോട് കാണിക്കുന്നത്. അതുപോലെ തന്നെ 10 of Wands എനർജി, അവർ സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളെ പ്രതിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോബുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം അവർ ഒരുപാട് സ്ട്രഗിൾ സിറ്റുവേഷനിൽ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളെ കാണിക്കാത്തവണ്ണം അവർ ഹാപ്പിനെസ് അവർ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി അവർ കീപ്പ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. അവരും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള എനർജി എടുക്കാം. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, തേർഡ് പാർട്ടി എന്തുമാകാം. ഓക്കെ, പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള എനർജി എന്താണ്, കറണ്ട് എനർജി എന്താണ്? അവിടെ വേദനയാണ്. ഓക്കെ, ഒരുപാട് വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. 9 of Swords. നെഗറ്റീവ് തിങ്കിങ് ഉണ്ട്. അവർക്ക് രാത്രി ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. താൻ ചെയ്തത് ശരിയായ ഒരു മാർഗത്തിലല്ല എന്നവർക്ക് മനസ്സിലായി. തൻ്റെ ആ ഒരു ഇലൂഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഭ്രമത്തിൽ സംഭവിച്ചു പോയ കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ബ്രേക്കപ്പ്. അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കുറ്റബോധം നല്ല രീതിയിൽ ഉണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ 8 of Swords എനർജിയാണ് വന്നിരിക്കുന്നത്. കടന്നു വരാൻ സാധിക്കാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് തിങ്കിങ് ഉണ്ട്. മാത്രമല്ല അവരുടെ കണ്ണിനെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. കെട്ടിയിടുക എന്ന് പറയുമ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല. അവരൊരു കംഫേർട്ട് സോണിലാണ്. അവർക്ക് തന്നെ ഈ ഒരു കെട്ടഴിച്ച് അവർക്ക് പുറത്ത് വരാം. ഇതൊരു മിഥ്യയാണെന്നൊക്കെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്കതിൽ നിന്ന് പുറത്ത് വരാം. പക്ഷേ അവരുടെ ചിന്ത ഇതാണ്, നിങ്ങൾ ഉൾക്കൊള്ളുമോ, അല്ലെങ്കിൽ തെറ്റായ രീതിയിലായിപ്പോയി, ഇനി പഴയ സ്നേഹം തിരിച്ചു കിട്ടുമോ, വിശ്വാസം കിട്ടുമോ, ഇനി തിരിച്ച് ഈ റിലേഷനിൽ വന്നിരുന്നാൽ തന്നെയും അതൊരു കംഫർട്ടായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്നുള്ള രീതിയിൽ അവർ തന്നെ ആ ഒരു നെഗറ്റീവ് തോട്ടുകളാലും അവർ നിൽക്കുന്നു. മാത്രമല്ല ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കൂടി കാണുന്നു. ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതിന് കാരണം, അവരുടെ കണ്ണിനെ കെട്ടി നിർത്തിയിരിക്കുന്നതിന് കാരണം ഒരു നെഗറ്റീവ് എനർജി, ഒരു ബ്ലാക്ക് എനർജിയുടെ ഒരു സാന്നിധ്യം കൂടി ഇവിടെ പ്രസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 5 of Pentacles എനർജി കൂടി വന്നിരിക്കുന്നു. ഇവിടെ ഈ ഒരു ചാവി ഉപയോഗിച്ച് അവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. പക്ഷേ ഈ ഒരു കതവ് തുറന്ന് അവർക്ക് ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന്, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ എങ്കിൽ പോലും അവർ ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ അനങ്ങാതെ, രക്ഷപ്പെടാൻ ഒരു മനസ്സും ഇല്ലാതെ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ മുന്നോട്ട് പോകുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് കൂടി നോക്കാം. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്നത്? ഓക്കെ, 8 of Wands, Queen of Pentacles, 7 of Pentacles, 10 of Swords. ഓക്കെ, കറക്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് 10 of Swords ആണ്. നിങ്ങൾ ചീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ചീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഇതുപോലെ ഒറ്റപ്പെടുത്തുക, നിങ്ങളുടെ സന്തോഷത്തെ മുഴുവനും നശിപ്പിച്ച് കളയുക എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. മാത്രമല്ല ഇവിടെ പെൻറ്റിക്കിളിൻ്റെ എനർജി കൂടി വന്നിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് വിജയം നേടണം. ഓക്കെ, അവർ കാത്തിരുന്ന ചില കാര്യങ്ങൾ, അത് സാമ്പത്തികപരമായിട്ടായിരിക്കാം, ഭൂമി സംബന്ധമായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും കാത്തിരുന്ന ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരണം. അവർക്ക് സെലിബ്രേഷൻ വേണം, അവരുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സാമ്പത്തികപരമായും റിലേഷൻ സംബന്ധമായിട്ടും അവർക്കൊരു സന്തോഷം വേണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ
നിരാശയും ദുഃഖവുമായിട്ട് നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുക. നിങ്ങൾ അനങ്ങരുത്, ഒരു കാര്യത്തിനും നിങ്ങളിനി ഇറങ്ങരുത് എന്നുള്ള രീതിയിൽ ബന്ധനം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുക എന്നാണ് തേർഡ് പാർട്ടി ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു റീയൂണിയൻ നിങ്ങളുടെ പേഴ്സൺ സാധ്യമാകുമോ? നിങ്ങളുടെ പേഴ്സണ് സാധ്യമാകുമോ? നിങ്ങളുമായിട്ട് ഒരു റീയൂണിയന് സാധ്യമാകുമോ? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. റീയൂണിയൻ സാധ്യമാകുമോ എന്ന് നോക്കാം. നിങ്ങളുമായിട്ട് പഴയതുപോലെ സന്തോഷത്തോടു കൂടി ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ ഇനി സാധ്യമാകുമോ? ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീയൂണിയൻ, ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. റീയൂണിയന് സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. നിരാശയാണ്, നഷ്ടപ്പെട്ടു പോയി. ഇനി ആ ഒരു വിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധ്യമായിട്ട് അവർ നിൽക്കുന്നു. ഓക്കെ, 3 ഓഫ് കപ്പാണ്. അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു റീയൂണിയന് വളരെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അതിലൊരു മാറ്റം കൊണ്ടുവരിക. എന്തും മാറ്റം കൊണ്ടുവരാൻ നമുക്ക് എനർജിക്ക് സാധിക്കും. എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ്. അപ്പം നമ്മൾ തന്നെ കോൺഫിഡൻസോടുകൂടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നിങ്ങൾ തന്നെ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുകയാണ്, തേർഡ് പാർട്ടിയോടാണ് എൻ്റെ പേഴ്സൺ ഇഷ്ടം, എന്നെ വേണ്ട, എന്നെ ചതിച്ചു, എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യുമ്പോഴാണ് അവിടെ തേർഡ് പാർട്ടി സ്ട്രോങ് ആകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പേഴ്സണെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ എനർജി പോസിറ്റീവാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യമാകുമോ നോക്കാം. തീർച്ചയായിട്ടും രണ്ടാമത്തെ കാർഡുകാർക്ക് 6 ഓഫ് വാൻഡ് ആണ്. റീയൂണിയന് സാധ്യമാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. റീയൂണിയന് സാധ്യമാകുന്നുണ്ട്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. ഓക്കെ, എന്താ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും രണ്ടാമത്തെ കാർഡുകാർക്ക് റീയൂണിയൻ ഉണ്ടാകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. ഓക്കെ, ഫസ്റ്റ് കാർക്ക് ഇവിടെ തേർഡ് പാർട്ടി സ്ട്രോങ് ആകുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, നല്ല സ്ട്രോങ് ആയിട്ട് അഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റീയൂണിയനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. ഓക്കെ, ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ജസ്റ്റിസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് അനീതി കാണിച്ചു എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിങ്ങളോട് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചു എന്നും എത്രത്തോളം കെയർ ചെയ്തിരുന്നോ എന്നിട്ട് പോലും ചീറ്റിങ് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം തേർഡ് പാർട്ടി, അത് ഫാമിലി ആകാം, പേരൻസ് ആകാം, ലവ് തേർഡ് പാർട്ടി ആകാം, അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചു. അവരുടെ വാക്കുകൾ പ്രകാരം നിങ്ങൾ മോശക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ റിയൽ അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആരാണ്, എന്താണ്, അവരോടുള്ള സ്നേഹം എത്രത്തോളം റിയൽ ആയിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ തങ്ങളിലുള്ള അകൽച്ച ഒരുപാട് ദൂരേക്ക് ആകുകയും ഇതിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടിക്ക് വളരെ വലിയ സ്ഥാനം അവരുടെ ലൈഫിലേക്ക്, പേഴ്സൻ്റെ ലൈഫിൽ കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു സ്ഥാനം ലഭിക്കുകയും ചെയ്തു. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഓക്കെ, അപ്പം ഇനി അവരുടെ വിചാരം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എത്ര ശ്രമിച്ചിരുന്നാലും ആ ഒരു ട്രസ്റ്റിനെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു റീയൂണിയന് എങ്ങനെ സാധിക്കും? നിങ്ങളോട് എങ്ങനെ ജസ്റ്റിസ് നൽകും? നിങ്ങളോട് നീതി കാണിച്ചിരുന്നാലും നിങ്ങളത്
വിശ്വസിക്കില്ല എന്ന് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് കാർഡിൽ കണ്ടതുപോലെ തന്നെ അവർ ആ കംഫേർട്ട് സോണിൽ തന്നെ എന്തായാലും പെട്ടുപോയി, ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. റീയൂണിയനുള്ള സാധ്യത നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം, കെയർ എല്ലാം അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, തിരിച്ചു വരും. ഇവിടെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നത് കാരണം ഇനി അതിന് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിലൂടെയാണ് പോകുന്നത്. മാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ കൊണ്ടാണ് ഇവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ജനറൽ റീഡിംഗ് ആണ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ട് നിങ്ങളുടെ എനർജി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാക്കുക. ഓക്കെ, അപ്പം ഇത് വന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ വിട്ടുകളയുക. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ട് തന്നെ നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾ പേഴ്സൺ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. വളരെ സിമ്പിളായ രീതിയിൽ തന്നെയാണ് ടാരോ കാർഡ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ.